ക്രിസ്മസ് സ്പെഷ്യൽ മെസ്സേജിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു രാജാവ് തൻ്റെ പ്രൗഢിയും തൻ്റെ അധികാരവും സമ്പത്തുമെല്ലാം വിട്ട് പ്രജകളോടൊപ്പം ജീവിക്കുവാൻ ആരംഭിച്ചാൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, ആ രാജാവിന് ആ പ്രജകളോട് എന്തോരം സ്നേഹമാണുള്ളത്. പ്രജകൾക്ക് വേണ്ടി തൻ്റെ സമ്പത്തെല്ലാം ചിലവഴിച്ച് അവരോടൊപ്പം അവരെപ്പോലെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ അസംഭവ്യമായൊരു കാര്യമാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപേ സംഭവിച്ച ആ സംഭവം ഇങ്ങനെയാണ്. സ്വർഗത്തിലെ രാജാതിരാജാവായ കർത്താവായ യേശു തൻ്റെ സ്വർഗീയ മഹത്വവും മഹിമകളും സുഖങ്ങളും എല്ലാം വിട്ട് ഈ താണഭൂമിയിൽ മനുഷ്യരോടൊപ്പം താമസിക്കുവാൻ, അല്ലെങ്കിൽ നമ്മോടൊപ്പം ജീവിക്കുവാനായി ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും ഈ ക്രിസ്മസ് ദിനത്തിൽ ഒത്തിരി സന്തോഷത്തോടുകൂടെ അവരുടെ സമ്പന്നതകൾ വെളിവാക്കുമ്പോൾ യേശു കർത്താവ് 2000 വർഷം മുമ്പേ ചെയ്തത് തനിക്കുള്ളതെല്ലാം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന ആ മഹത്തായ അനുഭവമാണ്. അതേ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും സ്നേഹിച്ചത് കൊണ്ടാണ് കർത്താവായ യേശു ഈ മഹാത്യാഗത്തിന് വേണ്ടി ഒരുങ്ങിയത്. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന ആ ക്രിസ്മസ് ദിനത്തിൽ സംഭവിച്ച 3 കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒന്ന്, കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് പിറന്ന ആ ദിനം രാത്രിയിൽ ഇതാ ദൈവത്തിൻ്റെ ദൂതൻ ആട്ടിടയന്മാരുടെ അടുക്കൽ ഇറങ്ങി വരികയാണ്. അന്ന് ആ പ്രദേശത്ത് ആട്ടിടയന്മാർ ആടുകളെ പരിപാലിച്ചുകൊണ്ട് വെളിംപ്രദേശത്തായിരിക്കുമ്പോൾ ദൂതൻ അവിടെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടിടയന്മാരെന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ്. സമൂഹത്തിൽ വളരെ മാന്യത കുറഞ്ഞ ഒരു തൊഴിലായിരുന്നു അന്ന് ഇടയ തൊഴിൽ. എന്നാൽ ആ തൊഴിൽ ചെയ്തിരുന്നവരുടെ അടുക്കലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഈ സന്തോഷത്തെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അവരെക്കാൾ മാന്യതയേറിയവർ, അവരെക്കാൾ വിദ്യാസമ്പന്നർ, അവരെക്കാൾ സമ്പത്തുള്ള അനേകർ ഉണ്ടായിരുന്നപ്പോൾ ഈ ആട്ടിടയന്മാരുടെ അടുക്കലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കാരണം എന്താണ്? അവരെയും ദൈവം സ്നേഹിച്ചു. ബൈബിൾ പറയുന്നു, ദൈവം ലോകത്തെ വളരെയധികം സ്നേഹിച്ചു. അതെ, നിങ്ങളെ ഒരുപക്ഷേ ഈ ലോകത്തിൽ മറ്റാരും സ്നേഹിക്കുവാനായിട്ടില്ലായിരിക്കാം, എന്നാൽ യേശു നിങ്ങളെ വളരെ അധികം സ്നേഹിക്കുന്നു. വളരെയധികം സ്നേഹിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് സകലതും വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായിത്തീർന്നത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളെ യേശു വളരെ വളരെ അധികം സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഇടയന്മാരുടെ അടുക്കൽ യേശു കർത്താവിൻ്റെ സ്നേഹത്തെ ദൂതന്മാർ അറിയിച്ചു. അവർ പോയി യേശുവിനെ കാണുന്നു, അവർ സന്തോഷത്തോടുകൂടെ മടങ്ങുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത്, അതിന് യേശുവിൻ്റെ ജനനത്തിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, ഇതാ ദൂരെ നിന്നും വിദ്വാൻമാർ യേശുവിനെ കാണുവാനായിട്ട് കടന്നു വരികയാണ്. ഈ വിദ്വാൻമാർ ആരാണ് എന്നതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണകളില്ല. എന്നാൽ അവർ സമ്പന്നരായ ജ്ഞാനികളായ വ്യക്തികളായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേ പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇതാ ഒരു നക്ഷത്രം വെളിവായി വന്നു, യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന കാര്യത്തെ വ്യക്തമാക്കിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം വ്യക്തമാക്കുന്ന നക്ഷത്രം അവർക്ക് പ്രത്യക്ഷമായി അവർ വളരെ അകലെ നിന്നും വളരെ ആപത്തുകൾ, പ്രതിസന്ധികൾ തരണം ചെയ്ത് യേശുവിനെ കാണുവാനായിട്ട് കടന്നു വരികയാണ്. അവർ കടന്നു വന്നു. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ ആരാധിക്കുന്നു, യേശുവിനെ ഉയർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഭൗതികമായ പല അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പല കാര്യങ്ങൾ അവർക്കുണ്ടെങ്കിലും എന്തോ ഒന്ന് ഇല്ലാത്തത് കൊണ്ട്, അവിടെ ഉള്ളിലെ ഒരു ശൂന്യത അവരെ ഭരിച്ചിരുന്നത് കൊണ്ട് അവർ അതിനെ മാറ്റുവാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഒരുപക്ഷെ നമുക്ക് പേരുണ്ടായിരിക്കാം, വിലയുണ്ടായിരിക്കാം, കൂട്ടുകാരുണ്ടായിരിക്കാം, എല്ലാവരും ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിലെ ശൂന്യതയെ മാറ്റുവാൻ
യേശുവിന് മാത്രമേ കഴിയൂ. ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാട്ടെ, യേശുവേ, എൻ്റെ ഉള്ളിലെ ശൂന്യത മാറ്റുവാൻ എൻ്റെ ഉള്ളിൽ വരണമേ. നിശ്ചയമായും യേശു നിങ്ങളുടെ ഉള്ളിൽ വരും. ചുറ്റുപാട് പലരുണ്ടെങ്കിലും ആരുമില്ലാത്ത ഏകാന്തതകളിലായിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, യേശുവിന് നിങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളെ മാറ്റുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി യേശുവിനെ ഈ ലോകത്തിലേക്ക് സമ്മാനിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മറിയയെക്കുറിച്ചാണ്. മറിയ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. അവളൊരു ദരിദ്രയായ പെൺകുട്ടിയായിരുന്നു, ഒരു സാധാരണക്കാരി, ഒരുപക്ഷെ ആരാലും അധികം ശ്രദ്ധിക്കപ്പെടാത്തവൾ. പക്ഷേ അവളിലൂടെയാണ് ദൈവം ഈ മഹാഭാഗ്യത്തെ ഒരുക്കിയത്. മറിയയുടെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് ദൈവപ്രകാരം പറഞ്ഞു, ഇതാ നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളൊരു സാധാരണ വ്യക്തിയായിരിക്കാം. മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടാത്ത, അംഗീകരണം ലഭിക്കാത്ത ഒരു സാധാരണ വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷേ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ ശ്രവിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നിങ്ങൾ നോക്കിയാട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവിടുത്തെ മുഖത്ത് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവമുഖത്തേക്ക് നോക്കിയാട്ടെ. യേശു കർത്താവെ, ഞാനങ്ങ് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. ഈ ക്രിസ്മസ് ദിനത്തിലൊരു ക്രിസ്മസ് സമ്മാനമായി ഞാൻ പറയട്ടെ, യേശു ലോകത്തിൽ നൽകപ്പെട്ട ഒരു സമ്മാനമാണ്. ആ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു അസാധാരണ വ്യക്തിത്വമായി മാറും. മറിയ ഒരു ചരിത്രമായി മാറി. അതുപോലെ നിങ്ങളുടെ ജീവിതത്തെ ഒരു ചരിത്രമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. നിശ്ചയമായിട്ട് യേശുവിൽ ആശ്രയിച്ചാണ് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ മാറ്റിയാട്ടെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. ആ ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുത്താട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.